ദൈവവചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. എൻ്റെ സഹോദരങ്ങളെ, സാമ്പത്തിക മേഖലകളിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു അഭിവൃദ്ധിയിലേക്ക് നമ്മൾ വരുവാൻ, സാമ്പത്തിക തകർച്ചകളിൽ ആത്മാവിൻ്റെ അഭിഷേകം വ്യാപരിക്കുവാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിനു മുൻപിൽ നമുക്കായിരിക്കാം. പരിശുദ്ധ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന അഭിഷേകം തുറക്കുന്ന അസാധാരണമായ വഴികളെ കുറിച്ചാണ്. നമ്മുടെ കർത്താവിന് അത്ഭുതകരമായ അനേകം വഴികളുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം വഴിമുട്ടി നിൽക്കുന്ന അനേകം ജീവിതങ്ങളാണ്. എന്തു ചെയ്യണം, ഏത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ട് വഴിമുട്ടി നിൽക്കുന്ന ഒത്തിരിയേറെ കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പ്രതീക്ഷ നഷ്ടപ്പെട്ട് പ്രത്യാശ അറ്റുപോയി ജീവിതത്തോട് തന്നെ ഒരു തരത്തിലുള്ള മരവിപ്പ് അനുഭവപ്പെട്ട് യാന്ത്രികമായി ജീവിക്കുന്ന പതിനായിരക്കണക്കിന് ജീവിതങ്ങൾ കർത്താവ് നമ്മെ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 15-ാം വചനത്തിൽ പ്രകാരമുള്ള ഓരോ ജീവിതത്തെ നോക്കി ആത്മാവ് സംസാരിക്കുകയാണ്. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിനെന്നെ വിളിച്ച് കരയുന്നു? മുൻപോട്ട് പോകാൻ ഇസ്രായേൽ ജനത്തോട് പറയുക. എന്റെ സഹോദരങ്ങളെ, ഇത് വിലപിച്ച് പരാതി പറഞ്ഞ് നമ്മൾ വേദനയോടെ ജീവിതം നരകതുല്യമായി ജീവിക്കേണ്ട സമയമല്ല ഇത്. കർത്താവിന്റെ വചനം നമ്മോട് സംസാരിക്കുകയാണ്. ടു മൂവ് ഓൺ. നീ മുൻപിലേക്ക് പോവുക. നിന്റെ മുൻപിലുള്ള തടസ്സങ്ങളെ കണ്ട് നീ പരിഭ്രമിക്കണ്ട. നിന്നെ ഞെക്കി ഞെരുക്കുന്ന കൊടിയ സാമ്പത്തിക തകർച്ചകളെ പ്രതി നീ ആകുലപ്പെടണ്ട. നിന്നെ കെണിയിലാക്കിയിരിക്കുന്ന ഒരു കുരുക്ക് പോലെ നിന്നെ കുരുക്കിലാക്കിയിരിക്കുന്ന കടക്കെണികളെ ഓർത്ത് നീ നൊന്ത് നീറണ്ട. ടു മൂവ് ഓൺ. നീ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. എന്റെ എല്ലാ വഴികളും അടഞ്ഞു പോയല്ലോ, എന്റെ വരുമാന മാർഗങ്ങൾ നിലച്ചു പോയല്ലോ എന്നോർത്ത് വേദനിക്കുന്ന പതിനായിരങ്ങൾക്കുള്ള ആത്മാവിന്റെ പ്രവചന വചനമാണിത്. ടു മൂവ് ഓൺ. മുൻപിലേക്ക് പോവുക, മുൻപിലേക്ക് പോവുക. മുൻപിലുള്ള ചെങ്കടലുകളെ കണ്ട് പ്രയാസപ്പെട്ട് വേദനയോടെ ജീവിക്കേണ്ടവരല്ല നമ്മൾ. ചെങ്കടലുകളുണ്ട്, വലിയ പർവ്വതങ്ങളുണ്ട് നമ്മുടെ മുൻപിൽ. നമ്മളെ ഭയപ്പെടുത്തുമാറി നിലകൊള്ളുന്ന പ്രതിബന്ധത്തിന്റെ കോട്ടകളുണ്ട്. എന്റെ സഹോദരങ്ങളെ, ഇതൊന്നും നമ്മൾ അസ്വസ്ഥരാക്കേണ്ട. ഇത് കർത്താവിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ദൈവവചനത്തിന് പരാജയമില്ല. വചനം പരാജയപ്പെടുന്നില്ല. കാരണം വചനം യേശുവാണ്, വചനം പരിശുദ്ധാത്മാവാണ്. വചനം പറയുന്നു, നീ മുൻപോട്ട് പോവുക. കൂടെ കർത്താവുണ്ട്. നിന്നെ നയിക്കുവാൻ പരിശുദ്ധാത്മാവുണ്ട്. നിനക്ക് പ്രകാശമായി ദൈവത്തിന്റെ വചനമുണ്ട്. എന്റെ സഹോദരങ്ങളെ, ഇതിനോട് ബന്ധപ്പെട്ട് ആത്മാവ് സംസാരിക്കുകയാണ്. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 14-ാമത്തെ വചനം ശ്രദ്ധാപൂർവ്വം വായിച്ച്, നിങ്ങൾ രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബാബിലോണിലേക്ക് ആളയക്കും. എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും. കൽദായരുടെ വിജയാട്ടഹാസം വിലാപമായി തീരും.
ഈ വചനത്തിലൂടെ എന്താണ് ആത്മാവ് നമ്മോട് പറയുന്നത്? നമുക്ക് വേണ്ടി കർത്താവ് തന്റെ ദൂതന്മാരെ അയക്കും. നമ്മൾ കടം വാങ്ങിയവർ നമ്മൾ ഭീഷണിപ്പെടുത്തുന്നു. കൊള്ള പലിശക്കാരെ, ബ്ലേഡുകാരെ, ബാങ്കുകാരെ, സൊസൈറ്റിക്കാരെ, ഇന്നു വേണ്ട പല വിധത്തിലും നമ്മൾ പണം കൊടുക്കാനുള്ളവർ തന്നെയാ. പക്ഷേ യാതൊരു നിവൃത്തിയുമില്ല. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മ പറയാ, നിനക്ക് വേണ്ടി ഞാൻ ആളയക്കും, എന്റെ ദൂതരെ വിടും. അവർ പ്രതിബന്ധങ്ങളെ തകർക്കും, പ്രതിബന്ധങ്ങളെ തകർക്കും. സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന്റെ കരങ്ങള് പ്രതിബന്ധങ്ങളെ തകർക്കുന്ന കരങ്ങളാണ്. മൈറ്റി ഹാൻഡ്സ്. അത് ശക്തങ്ങളാണ്. നമ്മുടെ മുൻപിലുള്ള പർവ്വതങ്ങളെ കർത്താവ് സമതലങ്ങളാക്കി മാറ്റും. വീണ്ടും 16-ാം വചനം പഠിപ്പിക്കുന്നു, സമുദ്രത്തിൽ വഴി വെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനുമാണ് നിന്റെ കർത്താവ്. സമുദ്രത്തിൽ വഴി വെട്ടുന്നവൻ. എത്ര വലിയ ചെങ്കടലുകളാണെങ്കിലും അതിന്റെ മധ്യ വഴി വെട്ടി തുറന്ന് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കർത്താവ് ശക്തനും മതിയായവനുമാണ്. ഓ, സ്തുതിക്കുന്നു, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഈ വാഗ്ദാനം വിശ്വസിക്കുന്നു. വീണ്ടും സക്രിയ പ്രവചനം 4-ാം അധ്യായം 6-7 വചനങ്ങളിൽ പരിശുദ്ധ വചനം പറയുന്നു, അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സുറുബാബേലിനോട് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എന്റെ ആത്മാവാണ്. സഹോദരങ്ങളെ, നമുക്ക് വേണ്ട പുതുവഴികൾ തുറന്നു തരുന്നത് പരിശുദ്ധാത്മാവാണ്. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നമുക്ക് വേണ്ട വാതിലുകൾ തുറക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമാണ്. കരബലമല്ല, സൈന്യബലമല്ല, ഈ ലോകത്തിന്റെ യാതൊരുവിധ ശക്തിയുമല്ല. പരിശുദ്ധാത്മ ശക്തി, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിന്റെ ശക്തി. 7-ാം വചനത്തിൽ പറയുകയാണ്, മഹാപർവ്വതമേ നീ എന്താണ്? സെറുബാബേലിന്റെ മുൻപിൽ നീ സമതലമാകും. എന്റെ സഹോദരങ്ങളെ, ആരെല്ലാം പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നുവോ, നമ്മുടെ കൊടിയ സാമ്പത്തിക തകർച്ചയുടെ നടുവിൽ നമ്മൾ അനുഭവിക്കുന്ന കടഭാരങ്ങളുടെ മധ്യേ നമ്മൾ കുരുങ്ങിക്കെടുക്കുന്ന കടക്കെണികളിൽ നിന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ മുൻപിലുള്ള പർവ്വതങ്ങൾ സമതലങ്ങളായി മാറുന്നു. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങിൽ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുന്നു. അങ്ങേക്കെല്ലാം സാധ്യമാണ്. ആരെല്ലാം ആത്മാവിനെ ആശ്രയിക്കുന്നുവോ അവരുടെ മുൻപിൽ പർവ്വതങ്ങൾ വഴിമാറിപ്പോകും, ചെങ്കടലുകൾ രണ്ടായി പിരിഞ്ഞു മാറും, ജോർദാൻ പിരിഞ്ഞു പോകും. ഓ, സ്തുതിക്കുന്നു. പിച്ചള വാതിലുകൾ തകർക്കപ്പെടും, മലകൾ നിരപ്പായി മാറും. കർത്താവേ, ഈ അഭിഷേകം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങളെ തകർച്ചകളിലേക്ക് ഏറ്റെടുക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഏറ്റെടുക്കുന്നു, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലേക്ക് ഈ അഭിഷേകം സ്വീകരിക്കുന്നു. കരമുയർത്തി 3 പ്രാവശ്യം വിളിച്ച പരിശുദ്ധാത്മാവേ, ആത്മാവിന്റെ അഭിഷേകമേ, സ്തുതിക്കുന്നു. ജീസസ്. മഹാപർവ്വതമേ നീ എന്താണ്? പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ നീ സമതലമായി മാറും, നീ സമഭൂമിയായി തീരും. ഓ, എത്ര ശക്തമായ വചനമാണിത്! ഈ വചനമയച്ച അനേകം ജീവിതങ്ങളിലെ കെട്ടുകൾ കർത്താവ് ഇപ്പോൾ അഴിച്ചുകൊണ്ടിരിക്കുക. സാമ്പത്തിക തകർച്ചകളിലുള്ള പൈശാചിക പീഡകള്, ശാപക്കുരുക്കുകള് ആത്മാവ് അഴിച്ചു മാറ്റുന്നു. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 8-9 വചനങ്ങളിൽ എന്താണ് കർത്താവ് പറയുന്നത്? കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല,
നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിലൂടെ ആത്മാവ് എന്താ പറയുന്നത്? നമ്മുടെ ചിന്തകൾ പോലെ എല്ലാ കർത്താവിന്റെ ചിന്തകൾ. നമുക്ക് ഒന്നോ രണ്ടോ വഴികളുള്ള വഴികൾ അടഞ്ഞു പോയാൽ പിന്നെ നമ്മുടെ വഴി മുട്ടി നമ്മൾ പിന്നെ തകരുകയാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം നമ്മൾ അടയ്ക്കപ്പെടുകയാണ്. എന്നാൽ കർത്താവിന് അങ്ങനെയല്ല. അനേകം ആയിരക്കണക്കിന് വഴികൾ കർത്താവിന്റെ കരങ്ങളിലുണ്ട്. നമുക്ക് വേണ്ടി തുറക്കുവാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആയിരക്കണക്കിന് വഴികൾ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലുണ്ട്. വെളിപാട് പുസ്തകം 3:8 നാം കാണുന്ന സത്യം ഇതാണ്: നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം, ഒരു ബ്ലേഡുകാർക്കും, ഒരു കൊള്ള പലിശക്കാർക്കും, ഒരു ബാങ്കുകാർക്കും, സൊസൈറ്റിക്കാർക്കും, ഈ ലോകത്തിൽ ഒരു ശക്തിക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. എന്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ, അഭിഷേകം തുറക്കുന്ന അസാധാരണമായ വാതിലുകളുണ്ട്. അഭിഷേകം തുറക്കുന്ന അസാധാരണമായ വഴികൾ നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. ഈ സമയം ആത്മാവ് നമ്മോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. അഭിഷേകം തുറക്കുന്ന അസാധാരണമായ വഴികൾ. സാമ്പത്തികമായി തകർന്നിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കടഭാരം കൂടി വന്ന് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, കുരുങ്ങിക്കെടുക്കുന്നൊരു വല പോലെ കടക്കെണികളിൽ കുരുങ്ങിപ്പോയ എൻ്റെ കുടുംബങ്ങളെ, പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചനയാണിത്. ഉൽപ്പത്തിയുടെ പുസ്തകം 26:1 എന്താണ് വചനം പറയുന്നത്? അബ്രഹാമിന്റെ കാലത്തുണ്ടായതിനു പുറമെ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി. ഇസഹാക്ക് ഗരാറിൽ ഫിലിസ്ത്യരുടെ രാജാവായ അബിമലേക്കിന്റെ അടുത്തേക്ക് പോയി. ഒരു കഠിനമായ ക്ഷാമം ഉണ്ടാവുകയാണ്. ഈ ക്ഷാമത്തിന്റെ നാളുകളിൽ ഒരു അസാധാരണമായ പ്രവൃത്തി പരിശുദ്ധാത്മാവ് ഇസഹാക്കിന്റെ ജീവിതത്തിൽ ചെയ്യുകയാണ്. സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ കൊടിയ തകർച്ചകളുണ്ട്, കഠിനമായ സഹനങ്ങളുണ്ട്, നമ്മളെ വേദനിപ്പിക്കുന്ന, മനമണിപ്പിക്കുന്ന ഒരുപാട് തകർച്ചകളുണ്ട്. എന്നാൽ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. 12-ാമത്തെ വചനം, ഉൽപ്പത്തി 26:12. ആ കഠിനമായ ക്ഷാമത്തിന്റെ നാളുകളിൽ ആ നാട്ടിൽ തന്നെ ഇസഹാക്ക് കൃഷി ഇറക്കി. ആ കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. ഈ വചനം എല്ലാവരും ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ആ കഠിനമായ ക്ഷാമത്തിന്റെ നാളുകളിൽ ഇസഹാക്ക് കൃഷി ഇറക്കുകയാണ്. ആരെങ്കിലും ഈ ക്ഷാമ നാളുകളിൽ കൃഷി ഇറക്കിയിട്ട് യാതൊരു വിളവും കിട്ടത്തില്ല, അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു അസാധാരണമായ പ്രവൃത്തി ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, എല്ലാ സാധ്യതകളാവുകയാണ്. ആത്മാവ് അവനെ അഭിഷേകം ചെയ്തു. ആ കഠിനമായ ക്ഷാമത്തിന് നാളിൽ കൃഷി ഇറക്കി. ആ കൃഷി ഭൂമിയിലേക്ക് അഭിഷേകമിറങ്ങി. വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നില്ല. അതേ വർഷം 100 മേനി വിളവ് നൽകി കർത്താവ് ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. ഈ വിധത്തിലുള്ള ഒരു അഭിഷേകം നമ്മിലേക്ക് പകരുവാൻ, നമ്മുടെ ജീവിതങ്ങളെ സുസ്ഥിതിയിലേക്ക്, അഭിവൃദ്ധിയിലേക്ക്, ഉയർച്ചയിലേക്ക് നയിക്കുവാൻ കർത്താവിന്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. 13-ാമത്തെ വചനം ഏറെ ശ്രദ്ധയോടെ നിങ്ങൾ വായിച്ച്, അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇതാണ് അനോയിന്റിങ്. അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങുമ്പോൾ, നമ്മുടെ ആത്മാവിന്റെ അഭിഷേകത്തിൽ പൂരിതരാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ആ സാഹചര്യത്തിൽ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും, നമ്മൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ഇസഹാക്ക് അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടേയിരുന്നു.
തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, ക്രമേണ അവൻ വലിയ വലിയ സമ്പന്നനായി. എത്ര അത്ഭുതകരമായ കർത്താവിന്റെ പ്രവർത്തനമാണ് നമ്മൾ കാണുന്നത്. ഇന്ന് തന്റെ ജനത്തിന് വേണ്ടി ഈ കൊടിയ സാമ്പത്തിക തകർച്ചയുടെ നടുവിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ, പെരുവഴിയിലായിപ്പോയ ആയിരങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്റെ സഹോദര സഹോദരി, ആത്മാവ് പറയുന്ന ആലോചന എന്താണ്? നീ ആകുലപ്പെടേണ്ട. ഈ തകർച്ചയിൽ നീ കർത്താവിനെ ആശ്രയിച്ചാൽ, കർത്താവിന്റെ വചനം അനുസരിച്ചാൽ, നീ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിച്ചാൽ, ഈ കഠിന ക്ഷാമത്തിന് നാളുകളിൽ നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തുവാൻ, നിന്നെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാൻ, നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ, നിന്റെ അവസ്ഥയെ തിരുത്തി കുറിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും, ആത്മാവിന് കഴിയും, അഭിഷേകത്തിന് കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നു? കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം വിളിച്ച യേശുവേ. വിശ്വസിക്കുന്നു, 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 വിശ്വസിക്കുന്നു. ഈ അഭിഷേകം നിങ്ങൾ ഏറ്റെടുത്ത് സ്വർഗം പകരുന്ന ഈ അഭിഷേകം സ്വീകരിച്ച് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, കർത്താവിന്റെ പ്രവർത്തനങ്ങൾ വിചിത്രമാണ്. വളരെ വൈവിധ്യം നിറഞ്ഞതും വിചിത്രവുമാണ് നമ്മുടെ കർത്താവിന്റെ പ്രവർത്തികള്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു തിരുവചന സന്ദേശമുണ്ട് പരിശുദ്ധ ബൈബിളിൽ. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലാണ്. 17-ാം അധ്യായം 24-25 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. പ്രത്യാശയുടെ വചനം വായിച്ച്. അവർ കഫർനാമിൽ എത്തിയപ്പോൾ ദേവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിന് അടുത്ത് ചെന്ന് ചോദിച്ചു, നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ? പത്രോസിൽ എന്താ മറുപടി പറഞ്ഞത്? 25-ാമത്തെ വചനം എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞു ഉവ്, ഞങ്ങളുടെ കർത്താവ് നികുതി കൊടുക്കുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, 27-ാം വചനത്തിലോട്ട് വരിക. ശ്രദ്ധിക്കണം നിങ്ങള്. ഒരു അസാധാരണമായ പ്രവൃത്തി കർത്താവ് അവിടെ കാണിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ വളരെ വൈവിധ്യവും വിചിത്രവുമാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അസാധാരണമായ കാര്യങ്ങൾ വെളിപ്പെടുകയാണ്. ഇത് നോർമലായിട്ടുള്ള കാര്യമല്ല, ഇത് എക്സ്ട്രാ ഓർഡിനറി കാര്യമാണ്, അതിസ്വാഭാവികമായ കാര്യം, അസാധാരണമായ കാര്യം. ഈ വിധം നമ്മുടെ തകർച്ചകളിലും, നമ്മുടെ പ്രതിസന്ധികളിലും, നമ്മുടെ കൊടിയ ദുഃഖങ്ങളിലും, നമ്മുടെ കടക്കെണികളിലും കടഭാരങ്ങളിലും ഈ വിധം പ്രവർത്തിക്കുവാൻ ശക്തനും അതിയായവനുമാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ ഈ അഭിഷേകം ഏറ്റെടുക്കുക, ഈ അഭിഷേകം നമ്മൾ പ്രാപിക്കുക. ഞാൻ ഈ ദിനങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വ്യക്തമായി കർത്താവ് എൻ്റെ ഹൃദയത്തോട് ഇടപെട്ടൊരു കാര്യം ഇതാണ്: അഭിഷേകം പ്രാപിക്കുക. പ്രധാനം അഭിഷേകമാണ്. നമ്മുടെ മേൽ അഭിഷേകം ഉണ്ടെങ്കിൽ ഒരു തകർച്ചയ്ക്ക് നമ്മളെ തകർക്കാൻ പറ്റില്ല, ഒരു പരാജയം നമ്മളെ നശിപ്പിക്കാൻ പറ്റില്ല. ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് നമ്മളെ ഇല്ലാതാക്കാൻ കഴിയില്ല. നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ, നിന്നെ തകർക്കുവാനോ നശിപ്പിക്കുവാനോ ആർക്കും സാധ്യമല്ല. വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, നമ്മളിത് ഏറ്റെടുക്കണം. 27-ാം വചനത്തിൽ പറയാണ്, എങ്കിലും കർത്താവ് പറഞ്ഞു അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി നീ അവർക്ക് കൊടുക്കുക. എന്റെ സഹോദരങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു അസാധാരണമായ വിധം കർത്താവ് അവിടെ പ്രവർത്തിക്കുകയാണ്. മാനുഷികമായി ചിന്തിച്ചാൽ നമുക്ക് തോന്നും, ഈ കടബാധ്യത, ഈ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഈ കടബാധ്യത ഇതെങ്ങനെ പരിഹരിക്കപ്പെടും? എനിക്ക് എന്നാണോ ഈ കടക്കെണിയിൽ നിന്ന് പുറത്തു വരാൻ പറ്റുക? എൻ്റെ കുടുംബത്തിന് ഈ കടഭാരങ്ങളിൽ നിന്ന് കരകയറാൻ പറ്റുമോ? മാനുഷികമായി ചിന്തിച്ചേക്കാം. സഹോദര സഹോദരി, നീ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ, നീ ദൈവവചനത്തിൽ ജീവിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഒരു അസാധാരണമായ അഭിഷേകം പരിശുദ്ധാത്മാവ് പകരും, ആത്മാവ് പകരും. സ്തുതിക്കുന്നു.
അത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിലായിരിക്കും. അത് പലപ്പോഴും കൂടെ നിൽക്കുന്നവർക്കോ ഈ ലോകത്തിന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അതിസ്വാഭാവികമായ ഒരു ദൈവ പ്രവൃത്തിയായിരിക്കും. ഈ മീൻ കിട്ടുമ്പോൾ മീന്റെ വായിൽ സ്വർണ്ണ കോയിൻ, സ്വർണ്ണ നാണയം, അത് ഒരു അതിസ്വാഭാവികമായ പ്രവൃത്തിയാ. അത് നോർമലായൊരു കാര്യമല്ല. ഇന്നും ഈ വിധം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കർത്താവിന്റെ കരങ്ങള് കുറുകിപ്പോയിട്ടില്ല. വിശ്വസിക്കുന്നു, 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 വിശ്വസിക്കുന്നു. എത്ര അനുഭവങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് പങ്കുവെക്കാൻ കഴിയും. ഞാൻ ഓർക്കുന്നുണ്ട് ഷെക്കൻ ന്യൂസിന്റെ ആരംഭ കാലഘട്ടം ഞാൻ പല പ്രാവശ്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവെച്ചിട്ടുള്ളതാണ്. ഇത് ലോഞ്ച് ചെയ്ത് ഏതാനും നാളുകൾ കഴിയുമ്പോഴേക്കും ഏകദേശം 6 കോടി രൂപയുടെ കടബാധ്യതയായി. 6 കോടി രൂപയുടെ കടബാധ്യത. വല്ലാത്തൊരു കടക്കെണിയിലെ സാമ്പത്തികമായ കൊടിയമായ ദുരിതം, ശക്തമായ പ്രഷറും മെന്റൽ സ്ട്രെസ്സും. എങ്ങനെ മുന്നോട്ട് പോകും? ഓടിയെടുത്താണ് സാലറി കൊടുക്കുന്നത്, അനുദിന ചെലവുകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര നാൾ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ഒരു സ്ഥാപനത്തിന്? എന്നാൽ സഹോദരങ്ങളെ, ഈ വിധം അത്ഭുതകരമായി ഒരു അസാധാരണമായ പ്രവൃത്തി തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് നീട്ടിത്തരികയായിരുന്നു. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായ വിധത്തിൽ നനയ്ക്കാത്ത നേരത്തെന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ചില വഴികൾ അങ്ങ് തുറന്നു. ഇന്നും ഒത്തിരി ഞെരുക്കും കഷ്ടപ്പാടുണ്ടെങ്കിലും 6 കോടി കടബാധ്യതയാകുന്ന ആ ഭീകര തകർച്ചയിൽ നിന്ന് അത്ഭുതകരമായ കർത്താവ് ഷെക്കേനെ രക്ഷിച്ചു. എനിക്ക് സന്തോഷത്തോടെ പങ്കുവയ്ക്കാൻ പറ്റും. ഇന്നും ബാധ്യതകളും ബുദ്ധിമുട്ടുകളും ഒത്തിരി ഉണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പായി, ഒരു കാര്യം മനസ്സിലായി, കർത്താവിനെ നമ്മൾ ആശ്രയിച്ചാൽ, പരിശുദ്ധാത്മാവ് പറയും നമ്മൾ അനുസരിച്ചാൽ നമുക്ക് വഴിമുട്ടി നിൽക്കേണ്ടി വരില്ല. എത്ര കൊടിയ പ്രതിസന്ധി ആണെങ്കിലും, എത്ര പ്രയാസകരമായ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും അതിന്റെ നടുവിൽ നമ്മെ പരിപാലിക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ ചേർത്ത് തരുവാൻ, നമ്മെ കൃപയോടെ വഴി നടത്തുവാൻ കർത്താവ് അന്നും ഇന്നും എന്നും ശക്തനത്രേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ച് കർത്താവിന്റെ പക്ഷത്തുണ്ടെങ്കിൽ ആ വരികളൊന്ന് ചേർത്ത് പാടിക്കേ. അഭിഷേകത്തോടെ പാടി ആരാധിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ വിധം അങ്ങയുടെ ജനത്തിൽ അത്ഭുതങ്ങൾ ചെയ്യണമേ, അസാധാരണമായ പ്രവൃത്തികൾ വെളിപ്പെടുത്തണമേ, അതിസ്വാഭാവിക അഭിഷേകം പകർന്നു കൊടുക്കണമേ. കരങ്ങളടിച്ച് എല്ലാവരും കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. അബോധ്യത്തോടെ പാടി പ്രാർത്ഥിച്ചേ. അസാധാരണമായ വഴികൾ അവിടുന്ന് തുറന്നു തരും. അതിസ്വാഭാവികമായ പ്രവൃത്തികൾ വെളിപ്പെടും. നിന്റെ ബുദ്ധിക്ക് അതീതമായി പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കും. സൈന്യനീര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളും എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. യേശുവിനായി ഞാൻ പൊരുതും. യേശുവിനായി ഞാൻ പൊരുതും. കരമുയർത്തിയൊറ്റ വിളി യേശുവേ. അനേകം ജീവിതങ്ങൾ, കുടുംബങ്ങളിൽ അതിസ്വാഭാവികമായ അഭിഷേകം വ്യാപരിക്കട്ടെ. അസാധാരണമായ വഴികൾ തുറക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ. സാമ്പത്തിക തകർച്ചകളിൽ, കടഭാരങ്ങളിൽ, കടക്കെണികളിൽ അത്ഭുത വഴികൾ ആത്മാവിനെ തുറക്കണമേ. റിലീസ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായി പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നു. നമ്മുടെ ബുദ്ധിക്ക് അതീതമായി നമ്മുടെ കർത്താവ് ഇടപെടുന്നു. ആ മീന്റെ വായിൽ നിന്ന് നാണയം കണ്ടെത്തിയതുപോലെ
അത് ഒരു അതിസ്വാഭാവികമായ ദൈവ പ്രവൃത്തിയാണ്. ഈ വിധം നിനക്ക് വേണ്ടി പരിശുദ്ധാത്മ പ്രവർത്തിക്കും, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കും. നിന്റെ പ്രതിസന്ധികളിൽ, നിന്റെ തകർച്ചകളിൽ, നിന്റെ ദുരിതങ്ങളിൽ, നിന്റെ സങ്കടങ്ങളിൽ, നിന്റെ കടഭാരങ്ങളിൽ, കടക്കണികളിൽ ഇതുപോലെ ആത്മാവ് പ്രവർത്തിക്കും. വിശ്വസിക്കുന്നു, 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 വിശ്വസിക്കുന്നു. ആമേൻ. സഹോദരങ്ങളെ, ഞാൻ വീണ്ടും പറയട്ടെ, യൂട്യൂബിലെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സാമ്പത്തികമായ പ്രതിസന്ധികളിലുള്ള നിങ്ങളുടെ നിയോഗങ്ങൾ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ വിളിച്ചറിയിക്കുക. കർത്താവേ, ജനത്തോട് കരുണ കാണിക്കണമേ. തകർന്ന മക്കളെ പുനരുദ്ധരിക്കണമേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. മറ്റൊരു സംഭവം പരിശുദ്ധ വചനത്തിൽ ആത്മാവ് കാണിച്ചു തരികയാണ്. അത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകമാണ്, 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചന അടിസ്ഥാനത്തിലാണ് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധാപൂർവം ഇരിക്കണം, പ്രാർത്ഥനാപൂർവം എല്ലാവരും ദൈവസന്നിധിയിലായിരിക്കാൻ ശ്രദ്ധിക്കണമേ. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1-ാമത്തെ വചനം ശ്രദ്ധാപൂർവം വചനം വായിച്ച്, പ്രവാചക ഗണത്തിൽ ഒരുവിൻ്റെ ഭാര്യ എലീശയോട് പറഞ്ഞു, അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നുവെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അവന് കടം കൊടുത്തവൻ ഇതാ എൻ്റെ കുട്ടികൾ 2 പേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ മാനിക്കുന്ന, കർത്താവിൻ്റെ വചനത്തെ ആദരിക്കുന്ന ഒരു ജീവിതമാണ് നിന്റെ ജീവിതം. നിന്റെ കുടുംബവും നിന്റെ തലമുറയും നശിച്ചു പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കില്ല, ഒരിക്കലും കർത്താവ് അനുവദിക്കില്ല. ദൈവഭക്തനായ ഒരു പ്രവാചകൻ, എലീശ പ്രവാചകന്റെ ശിഷ്യനായിരുന്നു. അവൻ പെട്ടെന്നൊരു അസുഖം ബാധിച്ച് മരണപ്പെട്ടു. തൻ്റെ കുടുംബത്തിന് വേണ്ടി ചില വ്യക്തികളിൽ നിന്ന് അവൻ കടം വാങ്ങിയിരുന്നു. തൻ്റെ ഭർത്താവ് മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഈ കടം കൊടുത്തവരെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഈ സ്ത്രീ ഉപദ്രവിക്കാൻ നോക്കുന്നു, കുട്ടികളെ ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ പോകുന്നു. അങ്ങനെ ആ കുടുംബത്തെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്കുള്ള മെസ്സേജ് എന്താണ്? ഇവിടെ നമുക്കുള്ള സന്ദേശം എന്താണ്? ഇതുപോലെ തകർന്നിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഭർത്താവ് വരുത്തി വെച്ച കടം, അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോൾ അതെങ്ങനെ വീട്ടും ഒന്നും അറിയാൻ പാടില്ല, വല്ലാത്ത പ്രതിസന്ധിയിലാണ്. കോടികളെ ബാധ്യതയുണ്ട്, ബിസിനസ് പൊളിഞ്ഞു, ജോലി നഷ്ടപ്പെട്ടു, വരുമാന മാർഗങ്ങളൊക്കെ അടഞ്ഞു പോയി, ഒന്നുമില്ലാത്തൊരവസ്ഥ. കടക്കാർ വന്ന് ഭീഷണിപ്പെടുത്തുന്നു, പലരും മാനസികമായി പീഡിപ്പിക്കുന്നു, അനാവശ്യങ്ങൾ പറഞ്ഞു വരുത്തുന്നു. ഒരുപാട് മാനസികവും ശാരീരികമായി തകർന്നിരിക്കുന്ന ജീവിതങ്ങളെ ഈ ശുശ്രൂഷയിൽ കർത്താവ് കാണുന്നു. എൻ്റെ സഹോദരങ്ങളെ, 119-ാം സങ്കീർത്തനം അവിടെ 50-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കുടുംബത്തിൻ്റെ വേദന കർത്താവ് കണ്ടു. കാരണം ദൈവ ഭയമുള്ള ഒരു കുടുംബമായിരുന്നത്. കർത്താവിനെ ശുശ്രൂഷിച്ച ഒരു ശുശ്രൂഷകന്റെ കുടുംബം. കർത്താവ് അങ്ങനെയുള്ള കുടുംബങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുവാനുള്ള തീരുമാനം നമുക്കുണ്ടോ? കർത്താവിൻ്റെ വചനത്തെ ആദരിക്കുവാനുള്ള ഒരു ഹൃദയം നമുക്കുണ്ടോ? ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും പരിശുദ്ധാത്മാവിനെ അനുസരിക്കുവാനുള്ള സമർപ്പണം നമുക്കുണ്ടോ? അവർ വലഞ്ഞു പോകാൻ, നശിച്ചു പോകാൻ, അവർ തകർന്നു പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കില്ല. അവരെ സംരക്ഷിക്കും, പരിപാലിക്കും. 119-ാം സങ്കീർത്തനം 50-ാം വചനം പറയുന്നുണ്ട്, അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം. ദുരിതങ്ങളിലുള്ള എൻ്റെ ആശ്വാസം കർത്താവ് അങ്ങയുടെ വചനമാണ്, അങ്ങയുടെ വചനമാണ്. ഈ ദൈവ ശുശ്രൂഷകന്റെ കുടുംബം, ആ ഭാര്യയും കുഞ്ഞുങ്ങളും അവർ ദൈവത്തെ ശരണപ്പെട്ടു. അവരനുഭവിച്ച ദുരിതങ്ങളിൽ കർത്താവിൻ്റെ കൽപ്പനകളായിരുന്നു ആ സഹോദരിയുടെയും മക്കളുടെയും ഏക ആശ്രയം.
അവിടെ ചുറ്റും ഒരുപാട് ഭീഷണികളുണ്ട്, ഒത്തിരി പ്രതിസന്ധികളുണ്ട്. ഇതിന്റെ നടുവിലും അവർ ദൈവത്തെ ആശ്രയിച്ചു, അവർ ദൈവവചനത്തെ ആദരിച്ചു, അവർ വചനത്തെ മുറുകെ പിടിച്ചു. 32-ാം സങ്കീർത്തനം അവിടെ 6-ാം വചനം പറയുന്നുണ്ട്. സാംസ് 32, നിങ്ങൾ ഉച്ചത്തിലെ വചനേറ്റു പറഞ്ഞേ, ആകയാൽ ദൈവഭക്തർ ആപത്തിൽ, കഷ്ടതകളിൽ, തകർച്ചകളിൽ, വേദനകളിൽ, പ്രതിസന്ധികളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നു? അവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു. ഈ കുടുംബം അപ്രകാരം ഒരു കുടുംബ. നമ്മുടെ കുടുംബങ്ങൾ ഇതാ ചെയ്യേണ്ടത്. കോടികളെ ബാധ്യതയുണ്ട്, ഭൂമി വിൽപ്പന നടക്കുന്നില്ല, ലോൺ അടച്ചു വീട്ടാൻ പറ്റുന്നില്ല, വിവാഹം ഭംഗിയായി നടത്തി, പക്ഷെ കടം മിച്ചം വന്നു, കണക്കൂട്ടലുകളെല്ലാം പിഴച്ചുപോയി, ആസൂത്രണങ്ങളെല്ലാം പൊളിഞ്ഞു. ഇപ്പോൾ വായ്പ അടയ്ക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥ. ബാങ്കുകാർ നിരന്തരം ശല്യപ്പെടുത്തുന്നു, ജപ്തി നോട്ടീസുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതിന്റെ നടുവിൽ എന്താണ് വചനം പറയുന്നത്? നീ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കേ, നീ കർത്താവിന്റെ നാമം വിളിക്കേ. സഹോദര സഹോദരി, നീ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കേ, നീ ദൈവവചനത്തെ മുറുകെ പിടിക്കേ, നിന്റെ ചങ്കോട് നീ വചനത്തെ ചേർത്ത് പിടിക്കേ. വചനം 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 നിന്നെ മാനിക്കും, വചനം നിന്നെ ഉയർത്തും. സഹോദരങ്ങളെ, യാക്കോബിന്റെ ലേഖനം 5:13 എന്താ പറയുന്നത്? നിങ്ങൾ ദുരിതം അനുഭവിക്കുന്നവർ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. അവർക്ക് പ്രത്യാശയുണ്ടാകും, അവരുടെ മേൽ പുതുവഴികൾ തുറക്കും. രാജാക്കളുടെ 2-ാം പുസ്തകം 4:2 നിങ്ങൾ വന്നേ. അവിടെ പറയുകയാണ്, ഏലീശ അവളോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറയുക, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അവൾ പറഞ്ഞു, ഈ ദാസിയുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. എന്റെ സഹോദരങ്ങളെ, ആത്മോദരുന്ന ആലോചന എന്താ? ആ ഭവനത്തിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ഭരണി എണ്ണയാണ്, ബാക്കിയെല്ലാം തീർന്നുപോയി. അവിടെ മാവില്ല, അവിടെ ഗോതമ്പില്ല, ബാർലി ഇല്ല, എല്ലാ ജീവിത വരുമാനവും അടഞ്ഞുപോയി, ജീവിതം വഴിമുട്ടി നിൽക്കുക. ആകെയുള്ളത് ഒരു ഭരണി എണ്ണയാ. ആ എണ്ണ കൊണ്ട് എന്ത് ചെയ്യാനാ? പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ആ ഒരു ഭരണി എണ്ണ അവൾ സന്തോഷത്തോടെ കർത്താവിനെ സമർപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നിന്റെ കടബാധ്യത 50 കോടിയാകട്ടെ, അല്ലെങ്കിൽ 15 കോടിയാകട്ടെ, 75 ലക്ഷമാകട്ടെ, അല്ലെങ്കിൽ 5 ലക്ഷമാകട്ടെ, അല്ലെങ്കിൽ 50,000 രൂപയാകട്ടെ, എത്രയാകട്ടെ, അതിനെ നീ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ തകർച്ചകളെ, നമ്മുടെ പ്രതിസന്ധികളെ, നമ്മുടെ ദുഃഖ ദുരിതങ്ങളെ, കടഭാരങ്ങളെ, കടക്കെണികളെ, നമ്മുടെ മാനസിക ശാരീരികമായി അലട്ടുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളെയും കർത്താവിന് നമ്മൾ സമർപ്പിക്കുക. കർത്താവേ, എൻ്റെ കയ്യിൽ ഇതാ ഒരു ഭരണി എണ്ണയുള്ളൂ, എൻ്റെ കയ്യിൽ ഒരു പിടി തകർച്ചയാണുള്ളത്, ഈ കണ്ണുനീര് എനിക്കുള്ളത്, മുഴുവൻ കടഭാരങ്ങൾ എനിക്കുള്ളത്, മുഴുവൻ പ്രതിസന്ധികളാണ് കർത്താവ് ഉള്ളത്. നിനക്ക് എന്താണ് ഉള്ളത്? അത് നീ കർത്താവിന് കൊടുക്ക്. അവിടെ ഇവിടെയും പോയിട്ടല്ല നിന്റെ പ്രശ്നം പറയേണ്ടത്. നിന്റെ പ്രതിസന്ധിയെ പരിഹരിക്കാൻ കഴിയുന്ന, നിനക്ക് ഉന്നതി തരാൻ ശക്തനായ കർത്താവിനോട് നീ പറ, കർത്താവിന് സമർപ്പിക്കേ. ഇന്ന് എന്താണ് ഈശോ നമ്മോട് ചോദിക്കുന്നത്? മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം വചനം, 6:38. അവൻ ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? അവള് പറഞ്ഞു, ഒരു ഭരണി എണ്ണയാണുള്ളത്, ഒരു ഭരണി എണ്ണയേ ഉള്ളത്. സഹോദരങ്ങളെ, അത് കർത്താവിനെ കൊടുത്തേ. കർത്താവ് ഒന്നുമില്ല, 65 ലക്ഷം കടമുണ്ട് കർത്താവേ, കിടപ്പാടം പോയി കർത്താവേ, സ്വത്തുക്കൾ പോയി, എല്ലാം കൈമോശം വന്നു പോയി, എല്ലാം നഷ്ടപ്പെട്ട് കർത്താവേ, 2 കോടിയുടെ ബാധ്യതയുള്ളത്, 25 ലക്ഷമാ ഉള്ളത് കർത്താവേ. ജപ്തി നോട്ടീസ് പതിച്ചിരിക്കുന്ന ഒരു ഭവനം, അതും കൈവിട്ട് പോവുക. എന്താണ് നിനക്കുള്ളത്? അത് നീ കർത്താവിന് കൊടുക്ക്. ഈ സമയം ഒരു സമർപ്പണത്തിനുള്ള സമയമാണ്.
സാധിക്കുന്നവരൊക്കെ ഒരു നിമിഷം മുട്ടുകുത്തി നിന്ന്, നിങ്ങൾ കുടുംബത്തിലായിരുന്നാൽ എവിടെയായിരുന്നാൽ മുട്ടുകുത്തി നിൽക്കുക, കർത്താവിന് കൊടുക്കുക. ഇതാ കർത്താവ് സ്വീകരിക്കുകയാണ്. ആ കടബാധ്യതകൾ കർത്താവ് സ്വീകരിക്കുകയാണ്. ആ കടക്കെണികൾ കർത്താവ് സ്വീകരിക്കുകയാണ്. ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കർത്താവ് സ്വീകരിക്കുകയാണ്. അത് കർത്താവ് എടുത്ത് ഉയർത്താൻ പോവുക. കർത്താവ് ആശീർവദിക്കാൻ പോവുക. അതിനെ ബ്ലെസ് ചെയ്യാൻ പോവുക. ഇതാ തകർച്ചകൾ ഉയർച്ചകളാകുന്നു. പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുന്നു. അടഞ്ഞ വഴികൾ തുറക്കപ്പെടുന്നു. അസാധ്യതകൾ സാധ്യതകളാകുന്നു. അത് കർത്താവിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ച് കരമുയർത്തി വിളിക്കുന്നു, യേശുവേ. വിളിച്ച് 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 വിശ്വാസത്തോടെ വിളിക്കുന്നു, ഈശോയേ. ആത്മഹത്യക്കായി ഒരുങ്ങുന്ന കുടുംബങ്ങളോട് കരുണ കാണിക്കണമേ. ജീവിതം അടിമുട്ടി നിൽക്കുന്ന ജീവിതങ്ങളിൽ പുതുവാതിലുകൾ തുറന്നു കൊടുക്കണമേ. എന്റെ കർത്താവ് ജീവിക്കുന്നു. കരമടിച്ച് പാട്. ഇതാ കർത്താവ് ഈ പ്രതിസന്ധികളെ ആശീർവദിക്കുന്നു, തകർച്ചകളെ ആശീർവദിക്കുന്നു, ദുരിതങ്ങൾ ആശീർവദിക്കുന്നു, കടഭാരങ്ങൾ ആശീർവദിക്കുന്നു. Lord bless, bless, bless. അസാധാരണമായ വഴികൾ തുറക്കപ്പെടട്ടെ. അഭിഷേകം അസാധാരണമായ വാതിലുകളെ തുറക്കുന്നു, വാതിലുകളെ തുറക്കുന്നു, വാതിലുകളെ തുറക്കുന്നു. കരമടിച്ച് എല്ലാവരും കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇട വന്നില്ല. എന്റെ ദിനവുകൾ ദൈവം മാറ്റി എഴുതി. ആനന്ദത്തോടെ കരങ്ങൾ ഉയർത്തി അടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഒരുമിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. Lord bless, 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 bless Lord. അത്ഭുത വഴികൾ തുറക്കുന്ന അഭിഷേകം, കെട്ടുപാടുകളെ പൊട്ടിക്കുന്ന അഭിഷേകം, സാമ്പത്തിക ഉന്നതിയിലേക്ക് ജനത്തെ നയിക്കുന്ന അഭിഷേകം ഈ സമൂഹത്തിലേക്ക് പകരണമേ. നിങ്ങളെ കയ്യിൽ എന്താണുള്ളത്? കർത്താവ് പറഞ്ഞു അത് എനിക്ക് തരാൻ പറഞ്ഞു. 41-ാം വചനം മാർക്കോസിന് സുവിശേഷം 6:41. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു. 5 അപ്പവും 2 മീനും അത് പെരുകാൻ തുടങ്ങി, അത് വർദ്ധിക്കാൻ തുടങ്ങി, വർദ്ധിക്കാൻ തുടങ്ങി. വർദ്ധിച്ചു വരുന്ന അഭിഷേകം, പെരുകി പെരുകി വരുന്ന അനുഗ്രഹങ്ങൾ സഹോദരങ്ങളെ, ആ കുറവ് നിറവായി മാറാൻ തുടങ്ങി. 5 അപ്പവും 2 മീനും 10,000-ങ്ങൾക്ക് സമൃദ്ധമായി കൊടുക്കുകയാണ്. ഇതുപോലൊരു വർധനവിന്റെ അഭിഷേകം, ഒരു പെരുകിച്ചയുടെ അഭിഷേകം നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന് മേൽ പകരുവാൻ പരിശുദ്ധാത്മാവ് ശക്തനാണ്. അഭിഷേകം നമ്മളെ വർദ്ധിപ്പിക്കുന്നു, നമ്മളെ വർദ്ധിപ്പിക്കുന്നു. സഹോദരങ്ങളെ, 5 അപ്പവും 2 മീനും നിങ്ങൾ ആലോചിക്കണം. 10,000-ങ്ങൾ ഭക്ഷിച്ച് തൃപ്തരായി. എന്താ ഇതിന്റെ അർത്ഥം? ദൈവത്തിനൊന്നും അസാധ്യമല്ല. ലൂക്കാ 1:37. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഉച്ചത്തിലെ വചനം പ്രഖ്യാപിച്ച് ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല. വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കണമേ, പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 9-ാം അധ്യായം 10-ാമത്തെ വചനം, ചാപ്റ്റർ 9 വേഴ്സ് 10. വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കും. നമ്മൾ അപ്പത്തെ കർത്താവ് വർദ്ധിപ്പിക്കും.
നമ്മുടെ ഭക്ഷ്യപദാർത്ഥങ്ങളെ കർത്താവ് വർദ്ധിപ്പിക്കും. നമ്മുടെ അധ്വാന ഫലങ്ങളെ കർത്താവ് വർദ്ധിപ്പിക്കും. നമ്മുടെ ധാന്യങ്ങളെ കർത്താവ് വർദ്ധിപ്പിക്കും. നമ്മുടെ ബിസിനസ്സിനെ കർത്താവ് വർദ്ധിപ്പിക്കും. നമ്മുടെ ജോലി മേഖലകളെ വർദ്ധിപ്പിക്കും. നമ്മുടെ വരുമാന മാർഗങ്ങൾ പരിശുദ്ധാത്മാവ് വർദ്ധിപ്പിക്കും. ഞാൻ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ അപ്പത്തെ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ അപ്പത്തെ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കും. അത് ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടിയല്ല, ദൈവരാജ്യത്തിന്റെ വേലകൾക്ക് വേണ്ടി, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ സഭയെ പടുത്തുയർത്താൻ വേണ്ടി, നശിക്കുന്ന ആത്മാക്കളെ കർത്താവിനായി വീണ്ടെടുക്കുവാനായി നിന്റെ പണത്തെ പരിശുദ്ധാത്മാവ് വർദ്ധിപ്പിക്കും. വർദ്ധിപ്പിക്കും. നിന്റെ സമ്പാദ്യങ്ങളെ വർദ്ധിപ്പിക്കും. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ആശ്വാസം കിട്ടി. കാരണം നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നവരാണ്, പരിപാലനയിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ചില സ്ട്രെസ് വരുമ്പോൾ, നമ്മുടെ മുൻപിൽ 100 ആവശ്യങ്ങൾ ഇങ്ങനെ തലയുയർത്തി നിൽക്കുമ്പോൾ ചില സമയത്ത് നമ്മുടെ മനസ്സ് ചിലപ്പോൾ വീക്കാവും. നമ്മുടെ മനസ്സ് ദുർബലമാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തോട് ഇടപെട്ടു. എൻ്റെ ജീവിതത്തോട് കർത്താവ് ഇടപെട്ടു. ശക്തമായൊരു അഭിഷേകം ആ സമയം എനിക്ക് അനുഭവിക്കാൻ പറ്റി. നിന്റെ അപ്പത്തെ ഞാൻ വർദ്ധിപ്പിക്കും. നിന്റെ അപ്പം ഞാൻ വർദ്ധിപ്പിക്കും. നിന്റെ വിളവുകളെ ഞാൻ വർദ്ധിപ്പിക്കും. നിന്റെ ധാന്യങ്ങൾ ഞാൻ വർദ്ധിപ്പിക്കും. നിന്റെ വരുമാന മാർഗങ്ങൾ ഞാൻ വർദ്ധിപ്പിക്കും. എന്തിനു വേണ്ടി? എനിക്ക് സുഖിക്കാനല്ല, കർത്താവിന്റെ രാജ്യത്തെ വിശാലമാക്കാൻ, ഇവാഞ്ചലൈസേഷൻ ചെയ്യാൻ. വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയെ ഒന്ന് തൊട്ടുകൊണ്ട് പറഞ്ഞേ, നമ്മുടെ അപ്പത്തെ കർത്താവ് വർദ്ധിപ്പിക്കും. നമ്മുടെ അപ്പത്തെ കർത്താവ് വർദ്ധിപ്പിക്കും. മീനുകളെ വർദ്ധിപ്പിക്കും. പറഞ്ഞോ, മീനുകളെ വർദ്ധിപ്പിക്കും. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാമത്തെ വചനം. ഈ മീൻ എന്താ? നമ്മുടെ സമ്പാദ്യങ്ങളാണ്, നമുക്കുള്ളതിനെ, വസ്തുവകകളെ കർത്താവ് വർദ്ധിപ്പിക്കും ഇവാഞ്ചലൈസേഷന് വേണ്ടി. നിങ്ങൾ ആ വചനം ഉറക്കെ വായിച്ചു. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. വല കീറുമാറ് സമൃദ്ധമായ മീനുകളെ കർത്താവ് കൊടുത്തു. അത്രയും മീൻ പെരുപ്പം, സമൃദ്ധമായ മീനുകൾ, സമൃദ്ധമായ വിളവ്, സമൃദ്ധി, അനുഗ്രഹത്തിന്റെ സമൃദ്ധി, വചന സമൃദ്ധി, കൃപയുടെ സമൃദ്ധി, അഭിഷേക സമൃദ്ധി പരിശുദ്ധാത്മാവ് നൽകും. ആത്മാവ് നൽകും. വിശ്വസിക്കുന്നുണ്ടോ? എങ്കിലും ഹല്ലേലൂയ പറഞ്ഞേ. സ്വരം പോലെ ഉച്ചത്തിൽ പറഞ്ഞേ. വിശ്വസ് കർത്താവേ, നന്ദി. ഇനി രാജാക്കളുടെ 2-ാം പുസ്തകം 4:3 പെട്ടെന്ന് വന്ന് 2 Kings chapter 4:3. അവൻ പറഞ്ഞു, നീ ചെന്ന് അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരി. ഇറ്റ്സ് എ പ്രൊഫറ്റിക് വേർഡ്. സഹോദരങ്ങളെ, സാമ്പത്തികമായ മേഖലകളിൽ നമ്മൾ ഉന്നതി ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ അധ്വാന ഫലങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബവും തലമുറകളിലേക്ക് ദൈവകൃപ നിറഞ്ഞൊഴുകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ ഒഴിഞ്ഞ പാത്രങ്ങളാകണം. ഒഴിഞ്ഞ പാത്രങ്ങളെയാണ് കർത്താവ് നിറയ്ക്കുന്നത്. എന്താണ് ഈ ഒഴിഞ്ഞ പാത്രങ്ങൾ? എന്താ ഈ ഒഴിഞ്ഞ പാത്രങ്ങൾ? അത് നമ്മുടെ ജീവിതത്തിലുള്ള സകല പാപങ്ങൾ, കർത്താവിനെ നിന്ദിക്കുന്ന, വേദനിപ്പിക്കുന്ന പാപങ്ങൾ, ലോകമോഹങ്ങൾ, സുഖലോലുപത, ലോകത്തിന്റെ ഭോഗേച്ഛകള്, അശുദ്ധമായ ജീവിതം, അവിഹിത വേഴ്ചകൾ, അവിഹിത ബന്ധങ്ങൾ, ദൈവമില്ലാത്ത കൂട്ടുകെട്ടുകൾ, അവിശ്വസ്തതകൾ, അഹങ്കാരം, വെറുപ്പ്, വൈരാഗ്യം, പ്രതികാര ചിന്ത, നീരസം, ഇതൊക്കെ നീ ഒഴിച്ചു കളയണം. നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണം. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ അഭിഷേകമിറങ്ങി നമ്മുടെ മുൻപിൽ അസാധാരണമായ വഴികൾ തുറക്കപ്പെടുമാറ് ഞാനും നിങ്ങളും ഒഴിഞ്ഞ പാത്രങ്ങളാകണം. മനസ്സിലാകുന്നുണ്ടോ? ഒഴിഞ്ഞ പാത്രങ്ങളാകണം. ആ പാത്രത്തിലേക്ക് അഭിഷേകം ഇറങ്ങുന്നത്, ആ പാത്രങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നത്, ആ പാത്രങ്ങളിലാണ് ദൈവാനുഗ്രഹത്തിന്റെ നിറഞ്ഞൊഴുക്കുണ്ടാകുന്നത്. ശ്രദ്ധിക്കുന്നത് കർത്താവേ.
ഓരിയാലി ബാബ. ആരാധന 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 ആരാധന. നിങ്ങൾ അനേകർക്ക് ഈ മെസ്സേജ് അയച്ചു കൊടുക്കണം. എല്ലാവരും അനുഗ്രഹം പ്രാപിക്കണം. അത് വലിയ സുവിശേഷ വേലയാണ് സഹോദരങ്ങളെ. ഒഴിഞ്ഞ പാത്രങ്ങളാകണം. അപ്പൊ കർത്താവ് നമ്മൾ നിറയ്ക്കും. യാക്കോബിന് ലേഖനം 4:10. നമ്മൾ എളിമയിലേക്ക് വരണം. ഈഗോ മാറ്റണം. നമ്മുടെ പിടിവാശി മാറ്റണം. മർക്കടമുഷ്ടി മാറ്റണം. മാത്സര്യം മാറ്റണം. കർത്താവിൻ്റെ സന്നിധിയിൽ നീ താഴ്മയുള്ളവനായിരിക്കും. ദൈവം നിന്നെ ഉയർത്തും. ദൈവം നിന്നെ ഉയർത്തും. ദൈവം നിന്നെ ഉയർത്തും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2 Kings chapter 4:4. 4:4 വന്നേ. എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? പിന്നെ നീയും നിന്റെ പുത്രന്മാരും അകത്ത് കടന്ന് പാത്രങ്ങളിൽ എണ്ണ പകരുക, നിറയുന്നത് മാറ്റിവെക്കുക. പറഞ്ഞ് നിറയുന്നത് മാറ്റിവെക്കുക. പറഞ്ഞേ നിറയുന്നത് മാറ്റിവെക്കുക. അത് നിലയ്ക്കാത്തൊരു പ്രവാഹം, ഒരു ഒഴുക്കാണ്. ഒരു ഒഴുക്ക്. കർത്താവ് ഒരു ഉറവങ്ങ് തുറന്നാലുണ്ടല്ലോ, പിന്നെ ഒരു ഒഴുക്കാണ്, ഒരു ഫ്ലോയാണ്. ഒരു ഫ്ലോ, അനുഗ്രഹത്തിനൊരു ഫ്ലോ, അഭിഷേകത്തിനൊരു ഫ്ലോ, ദൈവകൃപയുടെ ഒരു ഒഴുക്ക്. അത് നിന്റെ സകല സ്ഥിതികൾക്കും മാറ്റം വരുത്തും. നിന്റെ അവസ്ഥകൾ അത് മാറ്റും. നീ ഇങ്ങനെ 24 മണിക്കൂർ ദുഃഖിച്ചും വിഷാദിച്ചും നിരാശപ്പെട്ടു, എല്ലാം പോയല്ലോ, എല്ലാം തീർന്നല്ലോ എന്നും പറഞ്ഞ് നീ ഇങ്ങനെ ശപിച്ചും പ്രാവിയും പിറുപിറുത്തും ജീവിക്കേണ്ടവളുമല്ല. നീ അഭിഷേകമുള്ളവനാ സഹോദരി. നീ പരിശുദ്ധാത്മാവുള്ളവളാ. യെസ്. നിലയ്ക്കാത്തൊരൊഴുക്ക്. നിന്റെ ആവശ്യങ്ങൾ ചേർക്കപ്പെടുന്നത് വരെ ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഞാൻ സെക്കൻഡിൽ കണ്ടുകൊണ്ടിരിക്കുക. ചില മാസങ്ങളിലെ ചിലപ്പോൾ കർത്താവ് അങ്ങനെ ഇതുപോലെ ഒരു ഒഴുക്കങ്ങ് തരും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ അനുദിന ചെലവുകൾ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 5 ലക്ഷമോ അല്ലെങ്കിൽ 2 ലക്ഷമോ ചിലപ്പോൾ മിച്ചം വരാം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ചിന്ത വരും, കർത്താവേ ഇതുപോലെ നീ പരിപാലിച്ച് കരുണ കാണിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 മാസത്തിനുള്ളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടത്താം. പക്ഷെ ആ ഒരു മാസത്തിനും അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആ 2 ലക്ഷം ഡെപ്പോസിറ്റായിട്ട് ബാങ്കിൽ ഇടാനല്ല, അതിനാവശ്യം ഒരു ചിലവ് അപ്പുറത്തുണ്ട്. ആ ചെലവ് നടത്തുന്നത് വരെ ഈ ഒഴുക്കുണ്ടാവും. ആ ചെലവ് നടന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ആ ആവശ്യം നടന്നു കഴിയുമ്പോൾ കർത്താവ് ഒഴുക്കങ്ങ് നിലയ്ക്കും. ഇല്ലെങ്കിൽ നമ്മൾ അഹങ്കാരികളാകും, നമ്മൾ ദൈവത്തിന് അകന്നു പോകും, നമ്മളറിയാതെ ചിലപ്പോൾ ധനമോഹികളാകാൻ സാധ്യതയുണ്ട്. ഈ അപകടം നല്ലതുപോലെ കർത്താവിന് അറിയാം. അതുകൊണ്ട് ആവശ്യമുള്ള സമയത്ത് ആ ഒഴുക്കങ്ങ് തരും. ആവശ്യങ്ങൾ ചേർക്കപ്പെടുമ്പോൾ ആ ഒഴുക്ക് കർത്താവ് മെല്ലെ സ്ലോ ആക്കും, മെല്ലെ സ്ലോവിലേക്ക് കൊണ്ടുവരും. അത് കർത്താവിൻ്റെ ഒരു പ്രോസസ്സാണ്. മനസ്സിലാക്കുന്ന ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ ചിലതൊക്കെ കഠിനമായി പൊട്ടിച്ചിരി, കർത്താവേ എന്ത് ചെയ്യും കർത്താവേ, ഒരു വകുപ്പില്ലല്ലോ കർത്താവേ, ഈ മാസം എങ്ങനെ കടന്നു പോകും കർത്താവേ, ഒരുപാട് ബില്ലുകളുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റാക്കി ഒരു ഫ്ലോ തരികയാണ്. ഒരു 4-5 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കാര്യം കർത്താവ് അങ്ങ് ചേർക്കും. ഈ 5 ദിവസം കഴിഞ്ഞാലുണ്ടല്ലോ വീണ്ടും പഴയതുപോലെ പിന്നെ വീണ്ടും വരൾച്ചയിലേക്ക് പോകും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നമുക്ക് കുറവില്ലാതെ, അതാണ്, കൂടുതലും തരില്ല, കുറവും തരില്ല, കൃത്യമായത് കർത്താവ് തരൂ. കർത്താവ് നല്ലതുപോലെ ബിസിനസ് അറിയാം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ഇതുപോലെ ഒരു ഫ്ലോ കർത്താവ് കൊടുക്കുകയാണ്. അഭിഷേകത്തിനൊരു ഫ്ലോ, അനുഗ്രഹത്തിനൊരു ഫ്ലോ. സഹോദരങ്ങളെ, 23-ാം സങ്കീർത്തനം 5-ാം വചനത്തിൽ ദാവീദ് പറഞ്ഞു, എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു, എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. യെസ്, ഒരു ഫ്ലോ തരാണ് കർത്താവ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതങ്ങളിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസ് നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ കുടുംബത്തിന് ആവശ്യങ്ങൾ, നമ്മുടെ മക്കളുടെ പഠനാവശ്യങ്ങൾ, അവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന ലോണുകൾ, അതുപോലെ തന്നെ നമുക്ക് വേണ്ട അനുദിന ചെലവുകൾ, ഇതൊക്കെ നടന്നു പോകാൻ സഹോദരങ്ങളെ നമുക്ക് ചില സാമ്പത്തികമായ തുറവികൾ വേണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തുവാൻ കർത്താവിന്റെ കരങ്ങൾ കുരുകിപ്പോയിട്ടില്ല. ആത്മാവിന്റെ അഭിഷേകം, ഈ അഭിഷേകത്തിന്റെ ഫ്ലോ വരുമ്പോൾ ഉണ്ടല്ലോ, ആ ആവശ്യങ്ങളെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ആ കൂട്ടിച്ചേർക്കപ്പെടുന്നത് വരെ ഈ ഫ്ലോ കർത്താവ് തരും. അത് കഴിയുമ്പോൾ ഫ്ലോ നിൽക്കും. എന്തിനാണെന്നറിയോ?
നമ്മൾ എളിമയിലോട്ട് വരാൻ, നമുക്ക് ധനമോഹത്തിന്റെ ആസക്തി കയറാതിരിക്കാൻ, നമ്മളെപ്പോഴും കർത്താവിൽ ശരണപ്പെട്ട് ജീവിക്കാൻ, പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് ജീവിക്കാൻ, വചനം മുറുകെ പിടിക്കുവാൻ, വചനത്തെ ആദരിക്കാൻ. ചില സമയത്ത് ഫ്ലോ തരും, ചില സമയത്ത് ഫ്ലോ നിർത്തും. അത് കർത്താവിന്റെ സ്നേഹമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് 50 ലക്ഷം കടബാധ്യതയുണ്ടോ? 5 കോടിയാണോ? അത് 50 കോടിയാണോ? 25 ലക്ഷമാണോ? അത് 50,000 രൂപയാണോ? നിന്റെ ആ ആവശ്യം നിറവേറുന്നത് വരെ, അത് കൂട്ടിച്ചേർക്കപ്പെടുന്നത് വരെ ഒരു അഭിഷേകത്തിന്റെ ഫ്ലോ നിന്റെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് കർത്താവ് പകരാൻ പോവാ. സ്തുതിക്കുന്നു കർത്താവേ. ജനത്തോട് കരുണ കാണിക്കണമേ, അവന്റെ ജനത്തോട് കൃപ ചെയ്യണമേ. നിലയ്ക്കാത്തൊരു പ്രവാഹം, അനുഗ്രഹത്തിന്റെ ഫ്ലോ, നിലയ്ക്കാത്തൊരു ഒഴുക്ക്, അഭിഷേകത്തിന്റെ ഒഴുക്ക് കുടുംബങ്ങൾക്ക് നൽകണമേ, ജീവിതങ്ങൾക്ക് തരണമേ. തകർന്നിരിക്കുന്ന, എല്ലാം നഷ്ടപ്പെട്ടു പോയ ആയിരങ്ങളിലേക്ക് ഈ ഫ്ലോ പരിശുദ്ധാത്മാവേ നൽകണമേ. സ്തുതിക്കുന്നു. തുടർന്ന് എന്താ സംഭവിച്ച പ്രിയപ്പെട്ടവരെ? 2 Kings chapter 4 അവിടെ verse 5 മാറും വചനങ്ങൾ എന്താ പറയുന്നത്? അവൾ വീട്ടിൽ ചെന്ന് പുത്രന്മാരെ അകത്ത് വിളിച്ച് വാതിലടച്ചു. അവൾ പകരുകയും അവർ പാത്രങ്ങൾ എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു. 6-ാം വചനത്തിൽ പറയാണ്, പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ പുത്രനോട് ഇനിയും കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഇനി പാത്രമില്ലെന്ന് അവൻ പറഞ്ഞപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു. കാരണം അവർക്ക് കടം വീട്ടുവാനും അവർക്ക് അനുദിന ചെലവുകൾ നടത്തി പോകുവാനുമുള്ള ഒരു സാമ്പത്തികമായ സുസ്ഥിതി കർത്താവ് അവർക്ക് നൽകി. അത് ആവശ്യം പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിലച്ചില്ലെങ്കിൽ ആ സഹോദരി ആ നാട്ടിലെ ഏറ്റവും വലിയ എണ്ണയുടെ ബിസിനസ്സുകാരിയായിട്ട് മാറും. അത് കർത്താവിന് നല്ലതുപോലെ, നമ്മുടെ സ്വഭാവം ശരിക്കും കർത്താവിന് അറിയാം. അതുകൊണ്ട് കൂടുതലും തരില്ല, കുറവും തരില്ല. കൃത്യം നിനക്ക് 5 രൂപയുടെയാണ് ആവശ്യം, 10 രൂപ തരില്ല. നിനക്ക് 100 രൂപയാണ് ആവശ്യം, 150 തരില്ല. നിനക്ക് 90 തരില്ല, കൃത്യം 100 തരും. മനസ്സിലാകുന്ന ഹല്ലേലൂയ പറഞ്ഞേ, പോരാ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളുടെ ആവശ്യം നിറവേറപ്പെട്ടപ്പോൾ, അവളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ 33 വർഷമായി ഞാൻ എൻ്റെ 14-ാമത്തെ വയസ്സിൽ ദൈവവേല ആരംഭിച്ചതാണ്, സുവിശേഷ വേല തുടങ്ങിയതാണ്. 33 വർഷമായി സഹോദരങ്ങളെ, ഓരോ ദിനവും ഞാൻ കാണുകയാണ് ഈ എണ്ണയുടെ ഒഴുക്കും, ഈ എണ്ണയുടെ ഒഴുക്ക് നിലയ്ക്കുന്നതും. തൻ്റെ ശുശ്രൂഷകരെ കള്ളന്മാരാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. താൻ വിളിച്ചവരെ ധനമോഹികളാകുവാൻ ഒരിക്കലും പരിശുദ്ധാത്മാവ് ഇഷ്ടപ്പെടുന്നില്ല. ആവശ്യമുള്ള സമയത്ത് ഒഴുക്ക് തരും, ആവശ്യം കഴിയുമ്പോൾ ഒഴുക്ക് നിലയ്ക്കും. വീണ്ടും ആവശ്യം വരുമ്പോൾ ഒഴുക്ക് തുടങ്ങും, വീണ്ടും ആവശ്യം തീരുമ്പോൾ ഒഴുക്ക് നിലയ്ക്കും. അതാണ് കർത്താവിൻ്റെ ഒരു പോളിസി. അതാണ് എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു 4:7, 2 Kings chapter 4 verse 7. അവൾ ദൈവപുരുഷന് അടുത്ത് ചെന്ന് വിവരം അറിയിച്ചപ്പോൾ എലീശ പറഞ്ഞു, പോയി എണ്ണ വിറ്റ് കടം വീട്ടുക, ശേഷിക്കുന്നത് കൊണ്ട് നീയും പുത്രന്മാരും ഉപജീവനം കേട്ടു. ആ കുടുംബത്തിന് ആവശ്യമായത് കർത്താവ് കൊടുക്കുകയാണ്. അവർ അന്നൊന്ന് വേണ്ട ആഹാരം കൊടുത്ത്, അനുദിന ചെലവുകൾ കൊടുത്ത്, ഒപ്പം ആ കടബാധ്യത കർത്താവ് വീട്ടിൽ കൊടുക്കുക. നമ്മളെപ്പോഴും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിലും കടഭാരങ്ങളിലും കടക്കണികളിലുമായി നരകതുല്യമായി ജീവിക്കാൻ ഒരിക്കലും കർത്താവ് ഇഷ്ടപ്പെടും. ചിലപ്പോൾ നമ്മുടെ വിവേകമില്ലായ്മയായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഒരു കൃത്യമായ ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാത്തതായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പാപപ്രവർത്തികളായിരിക്കാം,
ചീത്ത കൂട്ടുകെട്ടുകളായിരിക്കാം, നമ്മുടെ അമിതമായ ധൂർത്തും ആർഭാടവുമായിരിക്കാം നമുക്ക് ഈ സാമ്പത്തികമായി കൂടിയ തകർച്ച വരുത്തി വെച്ചത്. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ടിട്ടില്ല, ഇപ്പോൾ ഒരുപാട് മണി ചെയിൻസ്, 100 കൊടുത്താൽ 1000 കിട്ടും, 10,000 കൊടുത്താൽ 10 ലക്ഷം കിട്ടും. എത്ര പേരുടെ പൈസയാണ് പോയിരിക്കുന്നത് ഇങ്ങനെയുള്ള അനാവശ്യമായ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ, പെട്ടെന്ന് കാശുണ്ടാക്കാൻ വേണ്ടി. എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾ ദയവ് ചെയ്ത് ദൈവത്തെ ആശ്രയിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള ചതിക്കുഴികളിലേക്ക് പോകരുത്. നമുക്ക് പെട്ടെന്ന് പണക്കാരനാകണ്ട. ദൈവം തരുന്നത് മതി, ദൈവം തരുമ്പോൾ മതി, ദൈവം തരുന്നിടത്തോളം മതി. മനസ്സിലാകുന്ന ഹല്ലേലൂയ പറഞ്ഞേ. അല്ലാത്ത 5 പൈസ നമുക്ക് വേണ്ട. അതിലൊന്നും കർത്താവില്ല സഹോദരങ്ങളെ. കർത്താവില്ലാത്ത കോടികൾ തലമുറയ്ക്ക് അനുഗ്രഹമാവില്ല. അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഈ ഭാരങ്ങളെല്ലാം ദൈവം മാറ്റും. അഭിഷേകം തുറക്കുന്ന അസാധാരണമായ വഴികൾ, പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്ന വൈവിധ്യവും വിചിത്രവുമായ ആത്മാവിൻ്റെ പ്രവൃത്തികൾ തന്നെ സ്നേഹിക്കുന്നവർക്കായി, തന്നെ അനുസരിക്കുന്നവർക്കായി, തന്നെ ആശ്രയിക്കുന്നവർക്കായി അന്നും ഇന്നും എന്നും ചെയ്യുവാൻ കർത്താവ് ശക്തനും മതിയായവനുമാണ്. ഈ ഒരു ബോധ്യത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നാളത്തെ ദിവസത്തെ സമാപന ദിവസമാണ് നാളെ. സഹോദരങ്ങളെ, വളരെ ശക്തമായ ഒരു പ്രവചന സന്ദേശമാണ് പരിശുദ്ധാത്മാവ് നാളെ നമുക്ക് തരുന്നത്. നാളെ സമാപന ദിനത്തിൽ നിങ്ങൾ സാധിക്കുന്ന എല്ലാവരും പങ്കെടുക്കണം. നമ്മൾ സാമ്പത്തിക മേഖലകളിൽ ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷ ഈ സമയത്ത് കർത്താവ് പ്രത്യേകമായി ചെയ്യാൻ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഈ വിധത്തിലുള്ള ശുശ്രൂഷകൾ ഷെക്കൻ ന്യൂസിലധികം നമ്മൾ സംപ്രേഷണം ചെയ്യാറില്ല. പക്ഷേ കർത്താവ് പറഞ്ഞു, എൻ്റെ ജനം വലിയ കഷ്ടതയിലാണ്, എൻ്റെ ജനം ഒരുപാട് ദുഃഖ ദുരിതത്തിലാണ്. അവർക്ക് പ്രത്യാശ കൊടുക്കുക, അവർക്ക് ആശ്വാസം കൊടുക്കുക. എൻ്റെ വിമോചനത്തിൻ്റെ ശക്തി, എൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം അവരുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു കൊടുക്കുക. ആ ദൈവദൂത് അനുസരിച്ചാണ് ശുശ്രൂഷ നടത്തപ്പെട്ടത്. നാളെ സമാപന ദിവസമാണ്. 10,000 പങ്കെടുക്കണം. ഓൺലൈനിൽ നിങ്ങൾ യൂട്യൂബിലും ടെലിവിഷനിലും മറ്റൊക്കെയായി നിങ്ങൾ പങ്കെടുക്കുക. ഇവിടെ നയിക്കുന്ന പോസ്റ്ററുകൾ അയച്ചു കൊടുക്കുക. യൂട്യൂബ് ലിങ്കുകൾ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെ 10,000 ഒന്നിച്ച് രാത്രി 9 മുതൽ 10 വരെയുള്ള ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരാം. നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങൾ ഷെക്കേനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഷെക്കൻ ന്യൂസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ സൂചിപ്പിക്കാറുള്ളതുപോലെ കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കും ഈ മാധ്യമ ശുശ്രൂഷ എന്നും ഒരു അനുഗ്രഹമായി മാറാൻ, ഒരിക്കലും മോട്ടീവ് മാറിപ്പോവാതെ കർത്താവിൻ്റെ സഭ, കർത്താവിൻ്റെ രാജ്യം, ഈ ഒരു ഇൻറ്റൻഷനിൽ എന്നും ഷെക്കേന പോകാൻ നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്.